ഹായ് കൂട്ടുകാരെ, നമ്മുടെ കൂറ്റനാട് കാർഷിക കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ കാർണിവലിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഈ കർഷക കാർണിവൽ നടക്കുന്നത് കൂറ്റനാട് നിന്ന് തൃത്താല റോഡിന് മന്ത്രിയുടെ ഓഫീസിന് സമീപത്താണ് ഈ കർഷക കാർണിവൽ നടക്കുന്നത്. ഈ കാർണിവലിൽ തായമ്പൊക്കെ അവതരിപ്പിച്ച ചേച്ചിമാർ പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. തൃത്താല മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലുള്ള നല്ല കർഷകരെ ഇവിടെ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നുണ്ട്. പിന്നെ കർഷകർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളെല്ലാം ഈ കാർണിവലിൽ വിറ്റഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കുടുംബശ്രീക്കാരുടെയും സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ഇവിടെ സ്റ്റാളുകളിൽ വിറ്റഴിക്കുന്നുണ്ട്. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ളൊരു കാർണിവലാണ് ഇവിടെ നടക്കുന്നത്. കർഷകർക്ക് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സബ്സിഡിയും മികച്ച കർഷകർക്ക് ആദരവും എല്ലാ ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട്. സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള ആദരവ് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ വേദിയിൽ മന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുതകുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു കാർഷിക കാർണിവൽ എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ കൂടുതലായിട്ടൊന്നും തന്നെ പറയുന്നില്ല. നമ്മുടെ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ MLA-യും കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമായിട്ടുള്ള വികസനം, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ സ്ഥാപിക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജലവും മണ്ണും അതുപോലെ തന്നെ സസ്യലതാദികളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി സൗഹാർദ്ദപൂർണമായിട്ടുള്ള എല്ലാ മേഖലയെയും സ്പർശിച്ചു കൊണ്ടിട്ടുള്ള ഒരു വലിയ ഇടപെടലാണ് ബഹുമാന്യനായിട്ടുള്ള മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ മണ്ഡലത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സുസ്ഥിര തൃത്താല എന്നുള്ള പേരിൽ നമ്മുടെ പ്രദേശത്തെ നീർത്തടങ്ങളെ സംരക്ഷിക്കുക, നമ്മുടെ പ്രദേശത്തെ കാവുകളെ സംരക്ഷിക്കുക, മറ്റു പച്ചപ്പുകളെ സംരക്ഷിക്കുക, അങ്ങനെ നമ്മുടെ ജലവിധാനം നല്ല രീതിയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക, ഞങ്ങൾക്ക് ഒരു ഊർജം പകരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കാർഷിക മേഖലക്കകത്ത് പുതിയ ഊർജം നൽകുക. കാർഷിക മേഖലക്കകത്ത് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. ആ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ മണ്ഡലത്തിനകത്ത് ഈ അടുത്തിടെ കൃഷി സമൃദ്ധി പദ്ധതിക്ക് നമ്മുടെ സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം തന്നെ നമ്മുടെ മണ്ഡലത്തിനകത്ത് വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ നടപ്പാക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ നടപ്പാക്കുക, അതോടൊപ്പം തന്നെ തനതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി കർഷകരുടെ ഇത് പ്രത്യേകമായ ഒരു ചാരിതാർത്ഥ്യം നൽകുന്നുണ്ട് എന്ന് പറയാൻ അതിയായ സന്തോഷമുണ്ട്. കാരണം MLA ആയ ഉടൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് സുസ്ഥിര തൃത്താല. ആദ്യത്തെ 1 വർഷം മുഴുവൻ ഇതിന്റെ തയ്യാറെടുപ്പുകൾക്കായി മീറ്റിങ്ങുകൾ, ശില്പശാലകൾ, സെമിനാറുകൾ, കുറെ മീറ്റിംഗൊക്കെ ആയപ്പോഴേക്കും പലരും പറഞ്ഞത് വല്ലതും നടക്കും. ഈ മീറ്റിംഗ് തന്നെ, ശില്പശാല തന്നെ, പ്രസംഗം തന്നെ ചെറിയ അധ്വാനമല്ല 1 വർഷം നടത്തിയത്. എല്ലാ സർക്കാർ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പദ്ധതി നാം തയ്യാറാക്കിയിട്ടുണ്ടായി. വലിയ കൂട്ടായിട്ടുള്ള ഒരു ഗൃഹങ്ങൾ തയ്യാറാക്കി 27 ഏക്കർ സംയോജിത കൃഷിയിലേക്ക് നമുക്ക് അധികമായിട്ട് കൊണ്ടുവരാൻ കഴിയും. 24 ടൺ പച്ചക്കറി ഇവിടെ നിന്ന് സംഭരിക്കുകയുണ്ടായി. പച്ചക്കറി കൃഷി ജനകീയമാക്കി മാറ്റി. 500ഓളം കുടുംബങ്ങൾ വീട്ടുമുറ്റത്തും ടെറസിലും കൃഷി ചെയ്ത് പച്ചക്കറി ജനകീയമാക്കി. ഹോർട്ടികോപ്പ് വഴിയാണ് പച്ചക്കറി സംഭരിച്ചത്. 500 എന്ന് പറഞ്ഞാൽ കുറവാണ്. യഥാർത്ഥത്തിൽ തൃത്താലയിൽ നമുക്കത് ആയിരക്കണക്കിന് വീടുകളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്നതാണ്. കൂടുതൽ ജനകീയമാകുമ്പോഴാണ് അതിന് കഴിയില്ല. അപ്പൊ തദ്ദേശ സ്ഥാപനങ്ങൾ, ജനകീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും മുൻകൈയെടുത്താൽ നമുക്ക് 500 എന്നത് 5000 വീട്ടിലേക്കെങ്കിലും വ്യാപിപ്പിക്കാൻ പ്രയാസം വരില്ല. അതിനുകൂടി പ്രചോദനമായിട്ട് ഈ കാർഷിക മേള മാറണം. മേള വെറുതെ നടത്തുന്നതല്ല, ഇതിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പോ ഈ മേള നമ്മൾ നടത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു. തൃത്താലയിൽ വ്യാപകമായി ജനകീയമായി പച്ചക്കറി കൃഷി നടത്തണം. റംസാനും വിഷുവും കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു മേള നടത്തണം. ആ മേള
വിളക്ക് വേണ്ടി പച്ചക്കറി കൃഷി വ്യാപകമായി നടത്തണം. വളരെ വളരെ സന്തോഷത്തോടെ പറയട്ടെ, 153 ഏക്കറിൽ പച്ചക്കറി കൃഷി. സൈതലവി ഇതിന്റെ കോർഡിനേറ്ററാണ്. സുസ്ഥിര തൃത്താലയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീ സൈതലവിയാണ്. അദ്ദേഹം വിശദമായ റിപ്പോർട്ട് വയ്ക്കും. ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? തൃത്താല കേരളത്തിലെ ഭൂഗർഭ ജലവിധാനം അപകടകരമായി താഴുന്ന സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിലുള്ള ബ്ലോക്കാണ്. ഇങ്ങനെ പോയാൽ തൃത്താല മുഴുവൻ അധികം വൈകാതെ തരിശായി തീരും എന്ന തിരിച്ചറിവിൽ നിന്നാണ്, പിന്നെ കൃഷിയെ സാധ്യമാവാത്ത സ്ഥിതി വരും എന്ന തിരിച്ചറിവിൽ നിന്നാണ് തൃത്താലയുടെ ഭൂഗർഭ ജലവിധാനം ഉയർത്തുക, അതിന് മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, ഒപ്പം കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന 3 പ്രധാന ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഈ പദ്ധതി നടപ്പാക്കിയത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെയും എല്ലാ പദ്ധതികളെയും സംയോജിപ്പിച്ചു, ഏകോപിപ്പിച്ചു ഇവിടെ നടപ്പാക്കി. തൊഴിലുറപ്പ് അതിനുവേണ്ടി നന്നായിട്ട് ഉപയോഗിച്ചൊരു പദ്ധതിയാണ്. മറ്റു ധാരാളം പദ്ധതികളെയും ഏകോപിപ്പിച്ച് ഇവിടെ നടപ്പാക്കിയിട്ടുണ്ടായി. അതിലൂടെ നമുക്കിപ്പോൾ 4 വർഷം പിന്നിടുമ്പോൾ ഭൂഗർഭ ജലവിധാനം ഉയർത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായിട്ടൊരു നേട്ടമാണ്. കാരണം അത്ര വലിയ അധ്വാനത്തിലൂടെ മാത്രമേ സാധ്യമാവൂ. കിണർ റീചാർജിങ്, അതുപോലെ തന്നെ ഈ റൂഫ് റീചാർജിങ്, അതെന്ന് പറഞ്ഞാൽ മേൽക്കൂരയിൽ വന്ന് വീഴുന്ന വെള്ളം സമാഹരിക്കുക, കാർഷിക കുളങ്ങൾ, ഒരു വാർഡിൽ ഒരു കാർഷിക കുളം എന്ന നിലയിൽ കാർഷിക കുളങ്ങൾ നിർമ്മിച്ചും ഒക്കെ ജലസംരക്ഷണത്തിന് പലവിധ മാർഗങ്ങളും പദ്ധതികളുമാണ് നമ്മൾ നടപ്പാക്കിയത്. അതിൻ്റെയൊക്കെ ഫലമായി കൃഷി നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ നെൽകൃഷിയുടെ കാര്യം എടുത്താൽ, സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി പുതുതായി കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് കൃഷി ഇറക്കിയത് 556 ഹെക്ടർ ഭൂപ്രദേശത്താണ്. 556 ഹെക്ടർ വയലിലാണ് പുതുതായി കൃഷി ചെയ്യാതിരുന്ന സ്ഥലത്ത് കൃഷി ഇറക്കിയത്. അതിലൂടെ നമുക്ക് 667 ടൺ നെല്ല് അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു നേട്ടമാണ്. നാളിലുള്ള ഈ ഗവേണൻസ് ഓൺലൈൻ സേവന സംവിധാനത്തെക്കാൾ മികച്ചതാണ് ഞാൻ തള്ളുന്നത്. അവിടെ ഒരു മലയാളി ഫേസ്ബുക്കിൽ അയച്ച സന്ദേശമാണ്. ഇനി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരാൾക്ക് നടന്നു പോകേണ്ട കാര്യമില്ല. ഏത് കാര്യവും കയ്യിലുള്ള മൊബൈൽ ഫോൺ വഴി ലോകത്തെവിടുന്നാണെങ്കിലും നടത്താൻ കഴിയും. തൃത്താല പഞ്ചായത്തിലെ കാര്യം നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അതാണ് വ്യത്യാസം. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ 2 പേർക്ക് പുതിയ വധൂവരന്മാർക്ക് വീഡിയോ EKYC വഴിയാണ് മാരേജ് രജിസ്ട്രേഷൻ മിനിറ്റുകൾക്കുള്ളിൽ നടത്തിക്കൊടുത്തു. എന്റെ വീടിന്റെ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് 1 മിനിറ്റിനകം എടുക്കുന്നു മാത്രമല്ല, അപ്പോൾ തന്നെ എന്റെ വാട്സാപ്പിൽ വന്നു, അവിടെ ഉയർത്തി കാണിക്കുകയും. അതാണ് പ്രത്യേകത. സർട്ടിഫിക്കറ്റ് ഒക്കെ വാട്സാപ്പിൽ വരും, ഇമെയിലിൽ വേണമെങ്കിൽ ഇമെയിലിൽ വരും. ലോകത്ത് ഏത് രാജ്യത്തോടും കിടപിടിക്കാവുന്നത് എന്നല്ല, ഒരുപടി മുന്നിൽ നിൽക്കുന്നു. തരിശായി കിടക്കുന്ന കൃഷി സ്ഥലം നമുക്ക് കൃഷിയോഗ്യമാക്കി മാറ്റേണ്ടത്, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സംയോജിത കൃഷിയുടെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അടുത്ത 1 വർഷമാകുമ്പോൾ തരിശുരഹിത മണ്ഡലം എന്ന സ്റ്റാറ്റസിലേക്ക് നമ്മളുടെ മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഈ സംയോജിത പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ടുവരാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ മണ്ഡലത്തെ എല്ലാ അർത്ഥത്തിലുമുള്ള ശുചിത്വമായ ഒരു പ്രദേശമാക്കി മാറ്റുന്നതിനായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിലവിൽ ഏറ്റെടുത്തുള്ള പ്രവർത്തനങ്ങളുടെ വിടവുകൾ പരിഹരിച്ചുകൊണ്ട് സമ്പൂർണ്ണ ശുചിത്വ പരിപാലന സംവിധാനങ്ങൾ അടുത്ത മാർച്ചിനുള്ളിൽ നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ 3ാമത് ഏറ്റെടുക്കുന്ന ലക്ഷ്യമാണ്. ായിട്ടുള്ള സംയോജിത പ്രവർത്തനമായിട്ട് തുടർന്നും സുസ്ഥിര തൃത്താലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതുവരെ നൽകിയിട്ടുള്ള പിന്നെ എല്ലാ തരത്തിലുള്ള പിന്തുണയും ജനകീയമായിട്ടുള്ള സപ്പോർട്ടും തുടർന്നും ഈ പദ്ധതിയുടെ വിജയത്തിനും നമ്മുടെ പ്രദേശത്തിന്റെ സുസ്ഥിരമായിട്ടുള്ള വികസനത്തിനും എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ചുരുക്കമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് നമ്മുടെ നാട്ടുകാർ
പ്രിയപ്പെട്ട അധ്യക്ഷ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി പി റസീന, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത തൃത്താല MLA-യും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ ശ്രീ MP രാജേഷ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാർ, അതിഗംഭീരമായി കാർഷിക കാർണിവൽ ഇവിടെ നടന്നു വരികയാണ്. വളരെ യാദൃശികമായാണ് ഞാൻ ഈ ചടങ്ങിനെത്തിയത്. നാളെ വിഷു ആയതുകൊണ്ട് എൻ്റെ നാടായ ആരൂരിൽ അച്ഛനമ്മയും കാണാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ സാധാരണ നിലയ്ക്ക് കഴിഞ്ഞ 4 വർഷമായി റോഡായാലും കെട്ടിടങ്ങളായാലും പാലങ്ങളായാലും ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃത്താല. എന്നാൽ അതിനപ്പുറത്തേക്ക് ജനക്ഷേമപരമായ പുതിയ മേഖലകളിലേക്ക്, ആ നിലയിലേക്കുള്ള പന്താവുകൾ വെട്ടി തുറക്കുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികളാകെ ഏറ്റെടുത്ത് വിജയകരമായി അധ്യക്ഷ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി പി റസീന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ഇതിനെ നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട MLA-യും കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവും ആദരവ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവരെ സ്വാഗതം ചെയ്യുന്നു. ആദരവേറ്റുവാങ്ങുന്നത് ബിബിൻ തോട്ടുങ്ങൽ ഹൗസ്, ആനക്കര, മികച്ച യുവ കർഷകൻ. സുസ്ഥിര തൃത്താല കാർഷിക കാർണിവലിന്റെ വേദിയിൽ അടുത്തതായി TM വർഗീസ്, ചാലിശ്ശേരി, മികച്ച ക്ഷീര കർഷകൻ. അടുത്തതായി മുതിർന്ന കർഷകൻ. മികച്ച കർഷകർക്കുള്ള ആദരവ് ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാരെയും ആദരിക്കൽ ചടങ്ങ് നടക്കുന്നുണ്ട്. അതിനുശേഷം സംസ്ഥാന തലത്തിൽ കലോത്സവത്തിന് വിജയികളായ കുട്ടികളെ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നുണ്ട്. ശ്രീ വേലായുധൻ നാഗരശ്ശേരി പഞ്ചായത്ത്, കപ്പൂർ ഗ്രാമപഞ്ചായത്ത്, വാഹിദ് ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത്, ഇബ്രാഹിം കപ്പൂർ ഗ്രാമപഞ്ചായത്ത്, അശോകൻ തൃത്താല ഗ്രാമപഞ്ചായത്ത്. അടുത്തത് കപ്പ്, അടുത്ത നാഗലശ്ശേരി, അടുത്ത തിരുമിറ്റക്കോട്, പരിതൂർ, ആനക്കര കൃഷ്ണ അവരാണ് നോക്കുന്നത്. സോയിൽ സർവേ, അടുത്ത അഭയ് കൃഷ്ണ, ചാത്തനൂർ, മുഹമ്മദ് സിനാൻ KK, GHSS ചാത്തനൂർ, മിർഷാദ് GHSS വട്ടനാട്, മുഹമ്മദ് അജ്സൽ K, ആർദ്ര M വട്ടനാട്, മുഹമ്മദ് ശ്രീയ P കൃഷ്ണ, ആർദ്ര GHS വട്ടനാട്, മനോജ് GHS വട്ടനാട്, പൂജ KS GHS വട്ടനാട്, ആർദ്ര CS, അനന്യ CR GH
മേധജ പി, ശ്രീലക്ഷ്മി മത്തങ്ങാട്, GVHS, Aifa J Aloysius, Aifa JVHS Vattanagar, Srilakshmi PR, GVHS HSS Piringoda, Drishya K Sohan, HSS Roshi, HSS Piringoda, Muhammad Ansar, HSS Diga PS, HSS Piringoda, J Krishna PS, HSS Piringoda, Amal Dev K. ഇവിടെ നാടൻപാട്ടുണ്ട്, ഉഗ്രം നാടൻപാട്ട് കണ്ടിട്ട് ഇവിടെ എല്ലാവരും പോവാം. ബഹുമാനപ്പെട്ട അവരും സദസ്സിലേക്ക് കയറിയിരുന്ന കലാകാരന്മാരെയും നാടൻ പാട്ട് അല്പനിമിഷത്തിനകം ആരംഭിക്കുന്നതായിരിക്കും. കാർണിവൽ കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാർഷിക കാർണിവലിലെ സ്റ്റാളുകളാണ്. മിൽമയുടെ പ്രൊഡക്റ്റാണ്. ഇവിടെ ബിരിയാണി കൗണ്ടറാണ്. ഈ കൗണ്ടറിൽ ചക്കപ്പായസം 30, ചക്കയുടെ 20, ചക്ക ഉണ്ണിയപ്പം 10, ചക്കരിശ്ശേരി 20 അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ്. കേക്ക് കൗണ്ടറാണ്. മറിയം കേക്കിഫൈയുടെ ഉൽപ്പന്നങ്ങളാണ് കേട്ടോ. അങ്ങനെ നൊങ്കു ജ്യൂസ്, അടിപൊളി നൊങ്കു ജ്യൂസ് തന്നിട്ടുണ്ട്. കഴിച്ചോട്ടെ. നൊങ്കു ജ്യൂസൊക്കെ സൂപ്പറാണ്. പിന്നെ മറിയം കേക്കിഫൈയുടെ ഉൽപ്പന്നങ്ങളാണ്. കുനാഫ ചോക്ലേറ്റ് കേക്ക്, ഡ്രീം കേക്ക്, ബൗണി, ഫ്രൂട്ട് ലാൻഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവരുടെ സ്ഥാപനം തൃത്താലയാണ്. ഇവരുടെ നമ്പറൊക്കെ ഇവിടെ ഇവരുടെ ഈ ഫ്ലെക്സിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. എല്ലാവിധ കേക്കുകളും ഒരു ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇവരുടെ വീട്ടിൽ തന്നെ ഒരു കുടുംബശ്രീ സംരംഭം കൂടിയാണ്. ഇവരിവിടെയും കേക്കുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഫോൺ നമ്പറൊക്കെ ഈ ഫ്ലെക്സ് ബോർഡിലുണ്ട് കേട്ടോ. സ്വന്തം ഇവർ ഉൽപ്പാദിപ്പിച്ച കണിവെള്ളരിക്കയാണ്. കുമ്പളങ്ങ, കണിവെള്ളരിക്ക എല്ലാ ഐറ്റവും ഉണ്ട്. കിലോ 35 രൂപയാണ്. ഒരുവിധമൊക്കെ വിറ്റ് തീർന്നിരിക്കുന്നു. ഇനി ബാക്കിയുള്ള വെള്ളരിയും കൂടിയാണ് ഈ കിടക്കുന്നത്. കുടുംബശ്രീക്കാർ സ്വന്തം ഉൽപ്പാദിപ്പിക്കുന്ന സോപ്പുകളൊക്കെയാണ്. നിങ്ങളുടെ കുടുംബശ്രീയുടെ പേരെന്താ? അനുഗ്രഹ. എവിടെയാണ്? ഒതളൂര്. അനുഗ്രഹ ഒതളൂര് കുടുംബശ്രീക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സോപ്പുകളാണിത്. ഇതെങ്ങനെ ഒരു കട്ട വില? 20 രൂപ. ഇതും 25. ഒക്കെ കുളിസോപ്പന്നല്ലേ ഇതൊക്കെ? ശിവരാമേട്ടാ നമസ്കാരം.
എൻ്റെ സ്വന്തം നാട്ടുകാരനായ ശിവരാമേട്ടനാണ്. ശിവരാമേട്ടൻ്റെ സ്വന്തം കൈപ്പണിയാണ് ഇതൊക്കെ. എല്ലാവിധ കരകൗശല വസ്തുക്കളുണ്ട്. മുളയുടെ ഉൽപ്പന്നങ്ങൾ, ചിരട്ടയുടെ ഉൽപ്പന്നങ്ങൾ എല്ലാം ഉണ്ട്. ഇത് മൊത്തം ശ്രീകൃഷ്ണനെ ചിരട്ടയിട്ടുണ്ടാക്കിയതല്ലേ? അതെ. നിലവിളക്ക്, അതും ചിരട്ട. ഇതൊക്കെ ചിരട്ട. ആ, നെറ്റിപ്പട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ അത് നമ്മൾ തന്നെ. കോംബോ ഓഫർ വെറും 200 രൂപ. ആ, ചക്ക ക്യാഷാണ് അല്ലേ? ചക്കയുടെ ക്യാഷാണ്. ചക്ക വരട്ടി. ചക്ക കുക്കീസ്. അയ്യോ, ചക്കയുടെ കുക്കീസൊക്കെ ഉണ്ടോ? ചക്കപ്പൊടി. അപ്പൊ ഈ കുക്കീസ് ഒരു ബോട്ടിൽ എത്ര ഉണ്ടാവും? 12. എത്ര രൂപ ഇതിന് വില? 170. ഇടിച്ചക്ക അച്ചാറ്. അയ്യോ, ഇടിച്ചക്ക കൊണ്ട് അച്ചാർ ഉണ്ടാക്കുമോ? ചക്കയുടെ പ്രൊഡക്റ്റ് ഇതൊക്കെ. ചക്കപ്പുട്ടുപൊടി, ചപ്പാത്തിപ്പൊടി. നമ്മുടെ നാടൻ ചക്കവറവ്. അത് മാത്രമേ അറിയൂ. ആ, ഉപ്പിലിട്ട ഐറ്റം അല്ലേ? തയ്യാറായി. ഇതൊരു പാക്കറ്റ് എത്ര? 10 രൂപ. ഇത് ഉണ്ണിയപ്പം, അയിരപ്പം. തൃത്താല ബഡ്സ് സ്കൂളിലെ ടീച്ചർമാരും ആയാണ്. 2 ടീച്ചർമാരും ആയാണ്. ഇവരുടെ പ്രൊഡക്റ്റാണ് ഈ ഉപ്പിലിട്ട ഐറ്റമൊക്കെ. ഒരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ മിനിയേച്ചറാണ്. കിണർ റീചാറിങ്, കൃഷിപ്പാടം, അങ്ങനെ ചെറുതായിട്ടൊരു ചെറിയൊരു കാർഷിക ഗ്രാമത്തിൻ്റെ ഒരു മിനിയേച്ചർ. പുത്തൂരുള്ള പ്രതീക്ഷ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളാണ്. അടിപൊളി സോപ്പുകളാട്ടോ, നല്ല പ്യൂവർ സോപ്പുകൾ. 60 രൂപയാണ് റേറ്റ്. സ്വന്തം അവർ വീട്ടിലുണ്ടാക്കുന്നതാണ്. പല ഐറ്റം സോപ്പുകളുണ്ട്. നമ്മുടെ പിയേഴ്സ് സോപ്പിൻ്റെ അതേ മോഡൽ സോപ്പുകൾ. അടിപൊളി സോപ്പുകളാട്ടോ. പിന്നെ പെനോയിലുകൾ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ്. ഇത് ബിന്ദു ചേച്ചി സ്വയം നിർമ്മിച്ച സോപ്പുകളാട്ടോ. സൂപ്പർ സോപ്പുകളാണ്. ഇത് ആയുർവേദിക് സോപ്പുകളാണ്. വലിയ ഐറ്റങ്ങളൊക്കെ സൂപ്പർ സോപ്പുകൾ. 80 രൂപയാണ് ഒരു സോപ്പിൻ്റെ വില. തേനും വെളിച്ചെണ്ണയും കറ്റാർവാഴയുടെ ഓയിലൊക്കെ ആയിട്ടുണ്ടാക്കുന്ന സോപ്പുകളാണ്.
ഇവിടെ കാണാം. ശരി. പന്മശ്രീ കുടുംബശ്രീയിലെ ചേച്ചിമാർ ഇതാ പാലട പായസവും പരിപ്പ് പായസം കേട്ടോ. ചക്കപ്പായസം കഴിഞ്ഞോ? ആ ചക്കപ്പായസം കഴിഞ്ഞു. ആ ചക്കട ഉണ്ണിയപ്പം ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പാലട പായസം കഴിച്ചു നോക്കാം. ഇന്ന് പാലട പായസം കഴിച്ചു നോക്കാണ്. കാർണിവൽ വേദിയിലെ അവസാന പ്രോഗ്രാമായ നാടൻപാട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പുനർജനി ടീമിന്റെ നാടൻപാട്ടാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ നാട്ടുകാരും അയൽവാസികളുമായ മനോജും രമ്യയാണ് ഈ ടീമിന്റെ സംഘാടകര്. അപ്പോൾ നിരവധി വേദികളിൽ ഇങ്ങനെ പ്രോഗ്രാം ചെയ്തു വരാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10-ാം തീയതി തുടങ്ങിയതാണ്. 10-ാം തീയതി, 11-ാം തീയതി, 13-ാം തീയതി ഒക്കെ പ്രോഗ്രാം ചെയ്ത് ഇന്നലെ തിരുവൈരാണിക്കുളം അമ്പലത്തിലായിരുന്നു പ്രോഗ്രാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം, അങ്ങനെ നാളെ ഒക്കെ പ്രോഗ്രാം ഉണ്ട്. വരുന്ന പ്രോഗ്രാമിലാണ്. അതിനിടയിൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂറ്റനാട് ഒരു പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം. നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷം തന്നെയാണ്. നമ്മുടെ ആളുകളുടെ മുന്നിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ സുസ്ഥിരയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേര് പറയുന്നില്ല. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാട് രേഖപ്പെടുത്തി നല്ല ശബ്ദം വിളിച്ച് ഒരുക്കി തരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പവർഫുൾ ലൈറ്റഡ് സൗണ്ടിൽ നല്ലവരായ സുഹൃത്തുക്കൾ, സൗണ്ട് മിക്സ് ചെയ്ത് തരുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായിട്ടുള്ള ടീം, എല്ലാവരെയും അവർക്കുള്ള നന്ദി കടപ്പാട്. ഒരുപരി വൈകവേളയിലും നമ്മുടെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ നാടൻപാട്ടുകളെയും കലകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, ആസ്വദിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള കലാകാരന്മാരെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നേരെ പാട്ടിലേക്ക് പോവാം. നല്ലൊരു കൈ തന്നെ ആദ്യം തന്നെ. ഇത്രയും പരിചയക്കാരുടെ മുന്നിൽ പരിപാടി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ചമ്മലാണ് കേട്ടോ. എന്നാലും നമുക്ക് നല്ലൊരു പരിപാടി ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നാലേ പറ്റുള്ളൂ അല്ലേ? ശരി, നമുക്ക് മണിച്ചേട്ടന്റെ പാട്ട് പാടി തുടങ്ങാം. തെയ്യോ ദിനത്തിന്റെ ഓരയും താര സ്റ്റേജ് പ്രോഗ്രാമിലെ പാട്ടുകൾ യൂട്യൂബിൽ എടുത്തിടുമ്പോൾ പാട്ടുകൾ 2 വരി കൂടുതൽ വന്നാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അത് കാരണമാണ് കൂടുതൽ നേരം പാട്ടുകൾ ഇടാത്തത്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.